ഹായ് ഓൾ, വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. അപ്പോൾ നമ്മൾ നീറ്റ് UG എന്ന് പറയുന്ന എക്സാം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നാളെ എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത്? നമുക്കറിയാം ഡേറ്റ് നാളെ മെയ് 3-ാം തീയതിയാണ്. മെയ് 3-ാം തീയതി നമ്മൾക്ക് എക്സാം എങ്ങനെയാണ് വരേണ്ടത്, എക്സാമിൻ്റെ സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കയ്യിൽ പ്രിന്റഡ് ആയിട്ടുള്ള കോപ്പി വേണം. പ്രിന്റഡ് ആയിട്ടുള്ള കോപ്പി, അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിന്റഡ് കോപ്പി വേണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ 2 പേജുകൾ, അതായത് നമ്മളുടെ ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ള പേജും അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ള ആ ഒരു പേജ് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. സോ നമുക്കൊരു പാസ്പോർട്ട് സൈസ് എന്ത് ചെയ്യണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ത് ചെയ്യണം, നമ്മൾ അഡ്മിറ്റ് കാർഡിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫിക്സ് ചെയ്യണം. നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചെയ്യണം. അതിനൊപ്പം തന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് കൂടി എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടതാണ് നമുക്ക് വാലിഡ് ID ആയിട്ടുള്ള ഒരു വാലിഡ് ID, അതായത് വാലിഡ് ID പ്രൂഫ് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോകണം. അത് നമുക്ക് ഒറിജിനൽ ആധാർ കാർഡ് ആവാം, അല്ലെങ്കിൽ പാൻ കാർഡ് ആവാം. നമ്മൾ എന്താണോ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ളത് അതന്നെ നമ്മൾ കൊണ്ടുപോയാലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുക. ഇനി അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം നമ്മളെ അറ്റൻഡൻസ് മാർക്ക് ഷീറ്റ് അവിടെ ആയിരിക്കും ഉണ്ടാവുക. സോ ആ സെൻറ്ററിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് നമുക്ക് എന്താ ഒരു പോസ്റ്റ് കാർഡ് സൈസ് നിങ്ങൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടാവും. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും കൂടി അഫിക്സ് ചെയ്തുള്ള ആ ഒരു പേജ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകേണ്ടതുണ്ട്. ഓക്കെ, സോ ഈ 3 കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ക്യാരി ചെയ്ത് പോകേണ്ടതാണ്. സോ നമുക്കറിയാം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. ഡ്രസ് കോഡ് എപ്പോഴും നിങ്ങൾ ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത്സ് ധരിക്കാൻ ശ്രമിക്കുക, അതും ഹാഫ് സ്ലീവ്സ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾ നീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള വെയറോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള വെയറുകളോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫ്രിസ്കിങ്ങിൻ്റെ കുറച്ച് തൊട്ട് മുന്നേ എത്തിയിട്ട് കാര്യമില്ല, കുറച്ച് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ എക്സാം സെൻറ്ററിൽ എന്ത് ചെയ്യുക, ഫ്രിസ്കിങ് നടപടികൾക്ക് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിന് എന്ത് ചെയ്യുക, നിങ്ങൾ എത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ടൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളൊരു തിക്കായിട്ടുള്ള സോൾസ് അല്ല ഷൂ ഒക്കെ മാക്സിമം ഒഴിവാക്കുക. സ്ലിപ്പേഴ്സ് അല്ലെങ്കിൽ ലോ ഹീൽഡ് ആയിട്ടുള്ള സാൻഡൽസ് എന്ത് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഷൂസ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ ജ്വല്ലറീസ്, വാച്ചസ്, മെറ്റാലിക് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കുക. ഇലക്ട്രോണിക് ഡിവൈസസ്, വാച്ചസ്, കാൽക്കുലേറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഈവൻതോ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ജ്വല്ലറീസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ബാംഗിൾസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക, ശ്രമിക്കുക. നിങ്ങൾ ഒരുപാട് ദൂരത്തു നിന്നാണ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു 11 AM ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, എത്താൻ ശ്രമിക്കുക. സോ ഇത് നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ നമുക്ക് എക്സാം സെൻറ്ററിൽ വരുന്ന എന്തെങ്കിലും ഡിലേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ട്രാവലിങ്ങിൽ വരുന്ന ഡിലേസോ അല്ലെങ്കിൽ ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നേരത്തെ എത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് 180 minutes ആണ് നമ്മൾ എക്സാം വരുന്നത്. ടോട്ടൽ മാർക്സ് വരുന്നത് 720 മാർക്സ് ആണ്. അതുപോലെ തന്നെ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാ സബ്ജക്ട്സും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ തന്നെ സുവോളജിയും ബോട്ടണിയൊക്കെ എന്തുണ്ടാവും, 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ സെക്ഷൻ, അത് സെക്ഷൻ എയും സെക്ഷൻ ബിയും ഉണ്ടാവും. ആദ്യത്തെ സെക്ഷനിൽ 35 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ എല്ലാവരും കമ്പൽസറി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യേണ്ട 35 ക്വസ്റ്റ്യൻസ് ആണ്. പിന്നീടുള്ള 15 ക്വസ്റ്റ്യനിൽ 10 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അതായത് ടോട്ടൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾ 45 ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയാണ് നമ്മൾ പാറ്റേൺ വരുന്നത്. സോ ടോട്ടൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 180 ക്വസ്റ്റ്യൻസ് ആണ്. അതിന് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 180 minutes ആണ്. ദാറ്റ് ഈസ് 3 hours ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് OMR ഫില്ല് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, OMR എക്സാം ആണ്. സോ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, OMR കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്, നിങ്ങളുടെ റോൾ നമ്പർ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ ഇതാണ് മെയിൻലി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇനി ടൈമിംഗ് കാര്യങ്ങളെ ഞാൻ പറയാം. ടൈമിംഗ് കാര്യങ്ങൾ എന്ന് പറയുന്നത് എൻട്രി ഗേറ്റ്, അതായത് സെൻറ്ററിൻ്റെ എൻട്രി ഗേറ്റ് ഓപ്പൺ ആവുന്നത് 11 AM ആണ്. അപ്പോൾ 11 AM തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എത്താൻ ശ്രമിക്കുക. ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് എക്സാം തുടങ്ങുന്നതിൻ്റെ ഒരു ½ an hour മുന്നേ ആണ് എന്ത് ചെയ്യുക, ഗേറ്റ് ക്ലോസ് ചെയ്യുക. നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 2 PM എക്സാം എൻഡ് ആവുക 5 PM എക്സാം എൻഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് എല്ലാ എക്സാംസും ഒരു 2 PM to 5 PM ആണ്. സോ നിങ്ങൾ എത്താൻ ശ്രമിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 11-11:30 ആകുമ്പോഴേക്കും എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് എത്താൻ ശ്രമിക്കുക. സോ ഈ ഒരു ഫ്രിസ്കിങ് ആയിട്ടുള്ള ഡിലേ ഉണ്ടാവും കേട്ടോ. ഫ്രിസ്കിങ്ങിന് അതായത് നിങ്ങൾ എന്തെങ്കിലും മാൽ പ്രാക്ടീസോ കാര്യങ്ങളൊക്കെ കാണിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, മാൽ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ
ഈ അത്രയും നമ്മുടെ ഇന്ത്യയിൽ വൺ ഓഫ് ദ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം കൂടിയാണ് നീറ്റ് എന്ന് പറയുന്നത്. സോ അവിടെ മാൽ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ നടക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ ഒരുപാട് നല്ല ഫ്രിസ്കിങ്ങും കാര്യങ്ങളാണ് ചെയ്യുന്നത്, ചെക്കിങ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം പെട്ടെന്ന് എന്ത് ചെയ്യുക, എത്താൻ ശ്രമിക്കുക. അതാണ് എനിക്ക് ഏറ്റവും നിങ്ങളോട് കൂടുതലായിട്ട് സംസാരിക്കാനുള്ളത്. സോ ഈ കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നിങ്ങൾ പഠിച്ച് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ സെറ്റായിട്ട് ഇരിക്കുകയായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് റെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കുക. നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, ബിലീവ് ചെയ്യുക, നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്ക് പറ്റുന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ്. സോ ഓൾ ദി ബെസ്റ്റ് പറയാണ്. സോ എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് പറയാണ്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളെ പൊട്ടൻഷ്യൽ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. നമ്മൾ ടൈം എന്ന് പറയുന്നത് 2 to 5 ആണ്. ആ ടൈമിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഒട്ടും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ നിങ്ങൾ ഒരു ടെൻഷൻ അടിച്ച് നിങ്ങൾ എക്സാം എന്ത് ചെയ്യരുത്, എക്സാമുകളൊന്നും നിങ്ങൾ കളഞ്ഞു കൊടുക്കരുത്. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. സോ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് പറയാണ്. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.